ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. തമ്പിക്കെതിരെ ജാനകി കേസ് കൊടുത്ത ആ ഒരു നിമിഷം തൊട്ട് തന്നെ ഞാനും വിചാരിച്ചു, ജാനകി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു തമ്പിയുടെ മകളാണ് താനെന്ന് ഒരിക്കലും പറയത്തില്ല, തമ്പിയുടെ മകൾ ഞാനാണെന്ന് ഒരിക്കലും ആരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഈ ഒരു കേസ് കോടതിയിലെത്തും, കേസ് കോടതിയിലെത്തുന്ന അന്ന് മാത്രമായിരിക്കും രാധാമണിയുടെ ജീവിത കഥകളെല്ലാം പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കും ജാനകി തമ്പിയുടെ മകളാണെന്നുള്ള സത്യം പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡോടുകൂടി കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡോടുകൂടി വളരെ അധികം കിടിലൻ ട്വിസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, രാധാമണി ആരാണ്, അല്ലെങ്കിൽ രാധാമണി ഇതുവരെയും തമ്പി കണ്ടിട്ടില്ല. ജാനകിക്കൊപ്പം നിൽക്കുന്ന ആള് മേരിക്കുട്ടി അമ്മയാണ്. പക്ഷെ ആ സത്യാവസ്ഥ അപർണയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല. രാധാമണിയെ കാണാതെ തമ്പി രാധാമണി എന്ന് പറയുന്ന ഇപ്പോ കഥകളെല്ലാം നടന്ന സത്യം തന്നെയാണല്ലോ. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അപർണ ആ ഒരു ഫോട്ടോ തമ്പിയെ കാണിക്കുമ്പോൾ പോലും തമ്പിക്ക് ഒരു പേടിയില്ലായിരുന്നു. എന്നാൽ ജാനകിയാണ് തന്റെ മകളെന്നുള്ള സത്യം തമ്പി അറിയുന്ന നിമിഷം തമ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് അവർക്കിടയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പശുപതി ആ ഫോട്ടോ അപർണയെ കാണിച്ചപ്പോ അപർണയ്ക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ചട്ടയും മുണ്ടും ധരിച്ച ഒരു രാധാമണി വാരസ്യാർ ഉണ്ടോ എന്ന്. എന്നാൽ ജാനകി രാധാമണി വാരസ്യാർ ആണ് എന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അറിയാതിരിക്കാനായിട്ട് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് വേഷം മാറ്റിച്ച് നിർത്തിയിരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ അത് അപർണയെ വിശ്വസിച്ചു. ഇത് ജാനകി കൊണ്ടുവന്ന തമ്പി നശിപ്പിച്ച ആ പെൺകുട്ടി രാധാമണി വാരസ്യാറാണെന്ന് വാരസ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി കൊണ്ടുവന്ന സ്ത്രീയാണെന്നും ഈ ഫോട്ടോ എത്രയും പെട്ടെന്ന് അച്ഛനെയും അമ്മയും കാണിക്കണമെന്നും ജാനകി വിചാരിച്ചു. അങ്ങനെ ജാനകി നേരെ തന്റെ വീട്ടിലേക്ക് പോയി. തന്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് വസുന്ധരാമ്മയെ തമ്പി പിടിച്ച് ഹാളിൽ കൊണ്ട് ഇരുത്തിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് അപർണ വന്നത്. അപർണ വന്ന ഉടനെ തന്നെ ഇതേപോലെ രാധാമണിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് തനിക്ക് ഒരാള് അയച്ചു തന്നു എന്നും ആ ഫോട്ടോ ഞാൻ കണ്ടത് തന്നെ ഞാൻ ജാനകിയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞപ്പോ രാധാമണി വാരസ്യാറിന്റെ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞപ്പോ തമ്പി ഒന്ന് കിടുങ്ങി. ദൈവമേ, ഞാൻ ആരും അറിയരുത് എന്ന് വിചാരിച്ച സത്യങ്ങൾ പുറത്താകുകയാണോ എന്നുള്ള ഒരു സങ്കടം, ഒരു ടെൻഷൻ അപ്പോഴും തമ്പിയുടെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ ആ ഫോട്ടോ കണ്ടപ്പോ, മേരിക്കുട്ടിയമ്മയുടെ ഫോട്ടോ കണ്ടപ്പോ തമ്പിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഉദ്ദേശിച്ച രാധാമണി ഇതല്ല എന്ന് തമ്പി ഉറപ്പിച്ചു. അങ്ങനെ വസുന്ധരാമയെ കാണിച്ചു. വസുന്ധരാമയെ കാണിച്ചിട്ട് ഇത് ജാനകിയുടെ എന്നെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ജാനകി അഭിയും കൊണ്ടുവന്ന രാധാമണി വാരസ്യാറാണെന്ന് പറയത്തില്ല, ഇത് എന്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നൊക്കെ തമ്പിയും പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ വസുന്ധരാമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. കേസ് തള്ളിപ്പോകുമെന്ന് അവരും വിശ്വസിച്ചു. എന്നിട്ട് അപർണയോട് പറയുവാണ്, നീ ആ ഡീറ്റെയിൽസ്, ആ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരണം, പിന്നെ ജാനകി ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനും എനിക്കൊന്ന് അയച്ചു തരണം, ആ ലൊക്കേഷനും കൂടി എനിക്ക് വേണം, എന്നിട്ട് വേണം എനിക്ക് അവരെ ഒന്ന് പോയി കാണാനായിട്ട്. എന്തായാലും അവരെന്താണ് നാടകം കളിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്ന് ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ അപർണയോട് തമ്പി പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ജാനകിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് തമ്പി. എന്നാൽ ഇതിനിടയില് ഈ ഒരു ഉണ്ണിത്താൻ വക്കീൽ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കേസ് ജയിക്കാനായിട്ട് ഏതൊരറ്റം വരെയും പോകും എന്ന് തെളിയിച്ച് തന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ഒരു കള്ളസാക്ഷിയെ കൊണ്ടുവന്നിട്ട് പോലും കേസ് ജയിക്കാനായിട്ട് ഉണ്ണിത്താൻ വക്കീൽ ശ്രമിക്കും എന്നുള്ളൊരു ഇങ്ങനെ പരക്കം പറയുന്ന ഒരു സംസാരം ഉണ്ട്. എന്നാൽ അതെല്ലാം ഉണ്ണിത്താൻ വക്കീൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു കേസിലും നമ്മുടെ മുന്നിലുള്ള രണ്ട് സാക്ഷികൾ എന്ന് പറയുമ്പോൾ സത്യസന്ധമായ സാക്ഷികള് ഒന്ന് നടരാജൻ, പോലീസ് ഉദ്യോഗസ്ഥൻ നടരാജനും, രണ്ട് മാഷുമാണ്.
എന്നാൽ മാഷിനെയും നടരാജനെയും നമുക്ക് ഈ ഒരു കേസിലെ പ്രധാന തെളിവുകളാക്കാം, പ്രധാന സാക്ഷികളാക്കാം എങ്കിൽ പോലും വീണ്ടും സാക്ഷികളെ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേസിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് അവിടെ ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു. അതുകൊണ്ട് 3 സാക്ഷികളെ കൂടി ഈ കേസിലോട്ട് കൊണ്ടുവരണം. ഒന്ന്, ആ കമ്പനിയില് സ്വീപ്പറായിട്ടോ എന്തെങ്കിലും ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ. തമ്പി രാധാമണിയെ നശിപ്പിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. 2 എന്ന് പറയുമ്പോ ഈ ഒരു രാധാമണി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ആ ഒരു ദൃശ്യം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ലോഡിംഗ് തൊഴിലാളി. പിന്നെ ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതെങ്കിലും ഒരു സാക്ഷിയും കൂടി ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഇത്രയും സാക്ഷികളെ നമ്മൾ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ഈ കേസ് ജയിക്കാൻ പറ്റൂ എന്ന് ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്കും ശരിയാണെന്ന് തോന്നി. ഈ വിവരം അഭിയും അറിയിച്ചു. എന്നാൽ അഭിക്കൊരു പേടി എന്ന് പറയുമ്പോ ഈ സാക്ഷികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് കൂറുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോടതിയിൽ വെച്ച് അജയും പിന്നെ അപർണയും കൂടി ചേർന്നിട്ട് അവരെ വിലക്കെടുത്തു കഴിഞ്ഞാൽ, ഈ കേസിൽ അവർ കൂറുമാറി കഴിഞ്ഞാൽ തെറ്റു മുഴുവൻ രാധാമണിക്ക് നേരെ വരും. അതൊരിക്കലും ജാനകിക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ ജാനകിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അഭി പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ണിത്താൻ വക്കീൽ പറയുന്നുണ്ട്, പേടിക്കണ്ട, എല്ലാം ഓക്കെ ആവും, നമ്മൾ ഈ സാക്ഷികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ കേസ് ജയിക്കുക തന്നെ ചെയ്യും, നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും വരത്തില്ല എന്ന് ഉണ്ണിത്താനും പിന്നെ നിരഞ്ജനയും കൂടി പറഞ്ഞപ്പോ അഭിയും സമ്മതിച്ചു. അങ്ങനെ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന ഈ കേസ് ജയിക്കാനും കൂടി ഉണ്ണിത്താൻ ശ്രമിക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ അപർണ ഫോട്ടോസ് എല്ലാം ഉണ്ണിത്താൻ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഉണ്ണിത്താൻ ഈ ജാനകി താമസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തി. അവിടെ പശുപതിയെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പശുപതി വന്നു. എന്നിട്ട് അയാളോട് ഡീറ്റെയിൽസ് ചോദിച്ചു. അത് രാധാമണി തന്നെയാണോ നിങ്ങൾ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു. എന്നാൽ അപർണയോട് പറഞ്ഞ അതേ ഉത്തരം തന്നെ തമ്പിയോടും പശുപതി ആവർത്തിച്ചു. ജാനകി ആ ഒരു വേഷം മാറ്റിക്കൊണ്ട് നിർത്തിയ ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഉണ്ണിത്താനല്ല തമ്പിയും അത് വിശ്വസിച്ചു. അങ്ങനെ ജാനകിയെ കാണാനായിട്ട്, ജാനകിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് തമ്പി. അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്നാൽ ഇതിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. രാധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അതായത് രാധാമണി വാരസ്യാറെ തമ്പി നശിപ്പിച്ചത് തന്നെയാണ്, അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷെ 25 വർഷങ്ങൾക്ക് ശേഷം രാധാമണിയെ തമ്പി കണ്ടിട്ടില്ല. 25 വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്, അതിനുശേഷം കണ്ടിട്ടില്ല. രാധാമണി എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും തമ്പിക്ക് അറിയത്തില്ല. അങ്ങനെ ഉള്ളപ്പോ ഇവിടെ ജാനകിയെ കാണാനായിട്ട് ചന്ദ്രകാന്തത്തിലെ തമ്പി എത്തിക്കഴിഞ്ഞാൽ, ജാനകിയെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാനകിക്ക് തമ്പിയുടെ മുന്നിൽ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷെ തമ്പി രാധാമണി വാരസ്യാറെ കാണാനായിട്ട് കയ്യേറ്റം ചെയ്ത് അകത്ത് കയറി രാധാമണി വാരസ്യാറെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് മേരിക്കുട്ടി അമ്മയാണെന്നും അന്ന് രാധാമണി താമസിച്ചിരുന്ന ആ ഓർഫനേജിലെ അവിടത്തെ ജോലിക്കാരി ആയിരുന്നു എന്നും, എന്നാൽ ഇതാണ് യഥാർത്ഥ രാധാമണി വാരസ്യാറെന്നും പറഞ്ഞ് തമ്പി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ജാനകി തമ്പിയുടെ മകളാണെന്നുള്ള സത്യവും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തമ്പിയുടെ കാര്യം ഗോവിന്ദ. ഇനി എന്തൊക്കെ സംഭവിക്കും? ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.